നമസ്കാരം, ബ്രെയിൻ ടെക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്ഷമാപണം നടത്തിയിട്ടാണ് തുടങ്ങുന്നത്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ. പക്ഷേ അവർക്കറിയാം ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു 2 മാസത്തിനടുത്ത് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല. എൻ്റെ വ്യക്തിപരവും അതുപോലെ തന്നെ ജോലി സംബന്ധവുമായിട്ടുള്ള കുറച്ച് തിരക്ക് കൊണ്ട് എനിക്ക് സ്ഥിരമായി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി ഞാൻ ഇത്രയും വലിയൊരു ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻസംബിൾ ലേണിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. മെഷീൻ ലേണിംഗിൽ ഇത് വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനും ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് നിങ്ങളൊരു സിറ്റുവേഷൻ ചിന്തിക്കുക. ഇത് നിങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പേര് വിളിക്കാം. ടിൻറ്റു എന്ന് തൽക്കാലം നമുക്ക് പേരിടാം. ടിൻറ്റുവിന് നല്ല പോലെ ജനറൽ നോളജ് അറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കണക്കിൽ അത്ര പിടിയില്ലാത്ത ആളാണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, ബ്രൂണോ. കണക്കിൽ സൂപ്പറാണ്, പക്ഷേ ജനറൽ നോളജിൽ വലിയ പിടിയൊന്നുമില്ല. ഇവർ രണ്ടുപേരും കൂടി ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോയി. കോമ്പറ്റേറ്റീവ് എക്സാമിൽ 50 ക്വസ്റ്റ്യൻ GK ഉണ്ട്, 50 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ്. അങ്ങനെയെങ്കിൽ ആരായിരിക്കും കൂടുതൽ സ്കോർ ചെയ്യാൻ നമുക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പാടാണ്, കാരണം രണ്ടുപേർക്കും വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ് എത്രത്തോളം അവർ ബാധിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യനിൽ അവരെത്രത്തോളം പെർഫോം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഇവർ രണ്ടുപേരും കൂടി ഇനി ഒരുമിച്ചിരുന്ന് ഇതേ പരീക്ഷ എഴുതിയാൽ തീർച്ചയായിട്ടും നല്ലൊരു സ്കോർ, ചിലപ്പോൾ 100-ൽ 100 തന്നെ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് എൻസംബിൾ ലേണിംഗിലേക്ക് വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീക്ക് ലേണേഴ്സ് ഉണ്ട്, ഓക്കെ, അങ്ങനെ ഒരുപാട് വീക്ക് ലേണേഴ്സ് ഉണ്ട്. ആ വീക്ക് ലേണേഴ്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് സ്ട്രോങ് ലേണർ ആക്കുന്ന ടെക്നിക്കിനെയാണ് ഇവിടെ എൻസംബിൾ ലേണിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീക്ക് ലേണർ എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾക്ക് ഒരു ക്ലാസിഫയറിന് ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്ന പല തരത്തിലുള്ള ക്ലാസിഫയേഴ്സ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഈ ക്ലാസിഫയേഴ്സിനൊക്കെ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിനെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് പ്രഡിക്ഷൻ്റെ ആക്യുറസി കൂട്ടുന്നു. ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എൻസംബിൾ ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് 2 തരത്തിലുണ്ട്. ഒന്ന് ഹോമോജീനിയസ് ഉണ്ട്, 2 ഹെട്രോജീനിയസ് ഉണ്ട്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മോഡൽ ബിൽഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഡിഫറെൻറ്റ് മെഷീൻ ലേണിംഗ് അൽഗോരിതമായിട്ടും ഉപയോഗിക്കാം. ഹെട്രോജീനിയസിൽ വരുന്നതാണ് സ്റ്റാക്കിംഗ്. അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാഗിങ് ആൻഡ് ബൂസ്റ്റിംഗ് ആണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് റാൻഡം ഫോറസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം റാൻഡം ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാഗിങ് ആൻഡ് ബൂസ്റ്റിങ്ങിലേക്ക് വരാം, കാരണം അത് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ട് തന്നെ. റാൻഡം ഫോറസ്റ്റ് ബാഗിങ്ങിനുള്ളൊരു എക്സാമ്പിളും കൂടിയാണ്. എന്താണ് റാൻഡം ഫോറസ്റ്റ് എന്ന് മനസ്സിലാക്കാനായിട്ട് വീണ്ടും നിങ്ങളുടെ പഴയ ഫ്രണ്ടിനെ കൊണ്ടുവരാൻ. ടിൻറ്റു ഈ പ്രാവശ്യം വീക്കെൻഡിൽ ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിൻറ്റു ആദ്യം ചെയ്യുന്നത് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബ്രൂണോനെ വിളിക്കുന്നു. അപ്പോൾ ബ്രൂണോന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ബ്രൂണോ ചോദിക്കും, എത്ര ദിവസത്തെ ട്രിപ്പാണ്? അപ്പോൾ എടാ, ഞാൻ ഒരു 2 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് സ്ഥലത്താണ് നിനക്ക് പോകേണ്ടത്? സിറ്റിയാണോ ഇഷ്ടം, ലാൻഡ്സ്കേപ്പ് പോലത്തെ സ്ഥലമാണോ ഇഷ്ടം? അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള മറുപടി പറയുന്നു. ബ്രൂണോ സജസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ വയനാട് പോകാമെന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞിട്ട് ടിൻറ്റു അടുത്ത ആളെ വിളിക്കുന്നു. ഇതാണ് കുഞ്ചിയും ഇതുപോലെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ കുഞ്ചിൻ്റെ ചോദ്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. കുഞ്ചി ചോദിക്കുന്നത് ഫ്രണ്ട്സിൻ്റെ കൂടെയാണോ പോകുന്നത്, ഫാമിലീൻ്റെ കൂടെയാണോ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എത്രമാത്രം എമൗണ്ട് ഉണ്ട് കയ്യിൽ ട്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെയാണ് കുഞ്ചി ചോദിക്കുന്നത്. നിങ്ങൾ അതിനനുസരിച്ചുള്ള മറുപടികളൊക്കെ പറയുന്നു. കുഞ്ചി സജസ്റ്റ് ചെയ്യുന്നു, എങ്കിൽ നിങ്ങൾ ഗോവയിലേക്ക് വിട്ടോളൂ പറയും. അപ്പോൾ ആകെ നിങ്ങൾക്ക് കൺഫ്യൂഷനായി, കാരണം 2 പേരോടും ചോദിച്ചിട്ട് 2 രീതിയിലുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചങ്ക് ഫ്രണ്ടായ മല്ലനെ വിളിക്കുന്നു. മലനും ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നു. അവസാനം മലനും പറയുന്നു, അളിയാ ഗോവയാണ് നല്ലത്, ഗോവയിലേക്ക് വിട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണ്, കാരണം 3 പേരോട് ചോദിച്ചതിൽ 1 വയനാടും 2 ഗോവയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തീരുമാനിക്കുന്നു ഈ പ്രാവശ്യം ഗോവയിലേക്ക് പോവാം. ഇങ്ങനെയാണ് ഇവിടെ ടിൻറ്റു ഡിസിഷൻ എടുത്തത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ജനാധിപത്യ രീതിയിലാണ് ഇവിടെ തീരുമാനം എടുത്തിരിക്കുന്നത്. കൂടുതൽ പേരോട് ചോദിക്കുന്നു, കൂടുതൽ പേരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു. ഇതേ രീതി തന്നെയാണ് റാൻഡം ഫോറസ്റ്റ് അൽഗോരിതവും ഇവിടെ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റയെ ആദ്യത്തെ ഒരു അൽഗോരിതം, ഒരു ഡിസിഷൻ ട്രീ ആണ് ഇവിടെ അൽഗോരിതം എന്ന് പറയുന്നത്. ഡിസിഷൻ ട്രീ എന്താണെന്നൊക്കെ ഇതിന് മുന്നേ പറഞ്ഞതാണ്. ആ ഡിസിഷൻ ട്രീ വെച്ചിട്ട് നിങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ട് പ്രഡിക്ഷൻ നടത്തും. അതുപോലെ ഒരു ഡിസിഷൻ ട്രീ അല്ല, നിങ്ങൾ പല ഡിസിഷൻ ട്രീ പാരലായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നു. ഓരോ ഡിസിഷൻ ട്രീയും പ്രിഡിക്റ്റ് ചെയ്യുന്നത് ചിലപ്പം ഈക്വൽ ആവാം, ചിലപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്കം ആവാം. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഫ്രൂട്ട് ബക്കറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ട്രീ പറയുന്നത് ആപ്പിൾ ആണ്, രണ്ടാമത്തേത് ആപ്പിൾ ആണ്, മൂന്നാമത്തെ അല്ല, ആക്ച്വലി ട്രീ N ആണ്. പല ഇതുപോലത്തെ ഡിസിഷൻ ട്രീസ് ഉണ്ട്. ഇവിടെ പറയുന്നത് ബനാനയാണ്. ഇവിടുത്തെ മെജോറിറ്റി വോട്ടിങ്ങിനാണ് നമ്മൾ നോക്കുന്നത്, അതിനാണ് പ്രാധാന്യം. അതിവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ആപ്പിൾ എന്നാണ്. നിങ്ങളുടെ ഫൈനൽ ക്ലാസ് ആയിട്ട് നിങ്ങൾ പറയുന്നതും ആ ഒരു പ്രഡിക്ഷൻ അടിസ്ഥാനത്തിലായിരിക്കും. ഇതാണ് റാൻഡം ഫോറസ്റ്റിൻ്റെ ബേസിക് ലോജിക് എന്ന് പറയുന്നത്.
എന്തുകൊണ്ടായിരിക്കാം റാൻഡം ഫോറസ്റ്റ് എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നതെന്നും കൂടി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. തീർച്ചയായിട്ടും ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് ജഗതി പറഞ്ഞ മാതിരി നിറച്ച് കാടാണെന്ന് പറഞ്ഞ പോലെ നിറച്ച് ട്രീസ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഡിസിഷൻ ട്രീസ് ആണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഫോറസ്റ്റ് എന്ന് വന്നിരിക്കുന്നത്. റാൻഡം എന്ന് പറയാൻ കാരണം റാൻഡം ആയിട്ടാണ് അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, റാൻഡം ആയിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത്. റാൻഡം ഫോറസ്റ്റ് അൽഗോരിതത്തിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. ബാങ്കിങ്, മെഡിസിൻ, സ്റ്റോക്ക് മാർക്കറ്റ്, ഇ കൊമേഴ്സ്. അതിൻ്റെ പ്രധാനപ്പെട്ട 1-2 അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം മെഷീൻ ലേണിങ്ങിൽ വരുന്ന പ്രധാന പ്രശ്നമാണ് ഓവർ ഫിറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഓവർ ഫിറ്റിങ്ങിൻ്റെ വിഷയം വരുന്നില്ല. രണ്ടാമത്തത് ഇത് ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ റിഗ്രഷൻ ടാസ്കിനും നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ഫീച്ചർ എഞ്ചിനീയറിങ്ങിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അൽഗോരിതത്തിന് കഴിയുന്നുള്ളതാണ് മൂന്നാമത്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ബാങ്കിങ് എന്നായിരുന്നു പറഞ്ഞു തുടങ്ങേണ്ടിയിരുന്നത്, പക്ഷേ റാൻഡം ഫോറസ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ആദ്യം അത് പറഞ്ഞത്. റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ബാങ്കിങ് ടെക്നിക്കാണ്. ബൂട്ട്സ്ട്രാപ്പ് അഗ്രിഗേറ്റിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ബാങ്കിങ് എന്നുള്ളത്. റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം നിങ്ങൾ മനസ്സിലാക്കിയുകൊണ്ട് അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇത് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്പാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഒരു ഡാറ്റാ സെറ്റ് ഉണ്ട്, ഇവിടെ കാണാം. ഈ ഒരു ഡാറ്റാ സെറ്റിന് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, പലതരത്തിലുള്ള സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളൊരു ബേസ് മോഡൽ അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. മോഡൽ എന്ന് പറയുമ്പോൾ മെഷീൻ ലേണിങ്ങിലെ മോഡലാണ് ഉദ്ദേശിക്കേണ്ടത്. അങ്ങനെ ഈ ഓരോ മോഡലും ലേൺ ചെയ്യുന്നത് പാരലലാണ്. ഇവിടെ പാരലൽ എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. പാരലൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ക്ലാസിഫയറും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് പ്രെഡിക്ഷൻ നടക്കുന്നത്. ഇങ്ങനെ ഓരോ ക്ലാസിഫയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് പ്രെഡിക്ഷൻ നടത്തുന്നു. അതിലേതിനാണോ മെജോറിറ്റി വോട്ടിംഗ് വരുന്നത് അതാണ് നിങ്ങളുടെ ഫൈനൽ ക്ലാസ് എന്ന് പറയുന്നത്. ഉദാഹരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം. ബൂസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാരലലിന് പകരം സീരീസ് ആയിട്ടാണ് നമ്മൾ മോഡലിനെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സ്ട്രോങ് ക്ലാസിഫയറെ ബിൽഡ് ചെയ്യുകയാണ്, ഒരുപാട് വീക്ക് ക്ലാസിഫയേഴ്സ് എന്ന്. പക്ഷേ കണക്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പാരലൽ സീരീസ് ആണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ഇമേജ് സഹായിക്കും തോന്നുന്നു. നിങ്ങൾക്കൊരു ഒറിജിനൽ ഡാറ്റാ സെറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ആദ്യം ഒരു ക്ലാസിഫയറും ഉണ്ട്. ഈ ഒരു ക്ലാസിഫയർ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഒറിജിനൽ മൊത്തം ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യും. കറക്റ്റായിട്ടും ക്ലാസിഫൈ ചെയ്യുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മിസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാവും. ഈ മിസ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാം, നിങ്ങളൊരു വെയിറ്റ് അസൈൻ ചെയ്തതിനനുസരിച്ച് ഈ മിസ് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്യുന്നു, മിസ് ക്ലാസിഫിക്കേഷൻ സെറ്റ് അടുത്തൊരു ക്ലാസിഫയറിലേക്ക് പോകുന്നു. ആ ക്ലാസിഫയർ വീണ്ടും അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിൽ തെറ്റായ വരുന്ന ഡാറ്റാ സെറ്റിന് വീണ്ടും നിങ്ങൾ വെയിറ്റ് അസൈൻ ചെയ്യുന്നു. അതിനനുസരിച്ച് ഇത് സീരീസ് ആയിട്ട് ഇങ്ങനൊരു ചങ്ങല പോലെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതെവിടെയാണ് നിർത്തുന്നത്, നിങ്ങളുടെ മാക്സിമം മോഡൽ അച്ചീവ് ചെയ്താൽ നിർത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രഡിക്ഷൻ അത്രയും ആക്യുറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർത്താം. ഈ രീതിയിലാണ് ബൂസ്റ്റിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ആഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം ബാങ്കിങ് ആണ്, രണ്ടാമത്തെ ഭാഗം ബൂസ്റ്റിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇത് പാരലൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓരോ ക്ലാസിഫയറും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് പ്രിഡിക്ഷൻ നടത്തുന്നത്. എന്നാൽ ബൂസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ അത് സീക്വൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ ഒരു ക്ലാസിഫയർ അത് പ്രിഡിക്റ്റ് ചെയ്യുന്നു. ആ ഒരു മിസ് ക്ലാസിഫൈ ചെയ്ത ഡാറ്റാ സെറ്റിനെ വീണ്ടും അടുത്ത ക്ലാസിഫയർ ഉപയോഗിച്ചിട്ട് വീണ്ടും പ്രിഡിക്ഷൻ നടത്തുന്നു. ഈ രീതിയിലാണ് ബൂസ്റ്റിംഗ് അൽഗോരിതംസ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാനിട്ടൊരു സ്ലൈഡാണ്. ഇത് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിച്ച് സ്വന്തം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിൻ്റെ അൽഗോരിതം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, അപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടാമത്തെ പോയിന്റാണ്. ബാങ്കിങ് കൂടുതൽ ഉപയോഗിക്കുന്നത് വേരിയൻസിനെ കുറയ്ക്കാനാണ്, ബയസിനെ അല്ല. നേരെ തിരിച്ച് ബൂസ്റ്റിംഗ് എന്താണ് ചെയ്യുന്നത്, ബയസിനെയാണ് കുറയ്ക്കുന്നത്, വേരിയൻസിനെ അല്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം. ഇതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ റാൻഡം ഫോറസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ബാങ്കിങ്ങിന് വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു അൽഗോരിതമാണ് റാൻഡം ഫോറസ്റ്റ് മോഡൽ. ബൂസ്റ്റിങ്ങിന് അതുപോലെ തന്നെ അഡാബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അൽഗോരിതം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഈ ഒരു സെഷനിൽ. പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു സെഷനിൽ ഇത്രയും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് മൈ ലേണിംഗ്.